കഥാവായ യേശുവിൻ്റെ നിസ്തുല തിരുനാമം ഈ പ്രഭാതത്തിൽ ഒരിക്കൽ കൂടി വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മുടെ ദൈവം നല്ലവനായിരിക്കുന്ന ദൈവം. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കുമെന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നു. മറ്റൊരു സങ്കീർത്തനത്തിൽ എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗവുമേ അവൻ്റെ വിശുദ്ധ തിരുനാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത്. ഇങ്ങനെ ദൈവം നമുക്ക് ചെയ്ത ഉപകാരങ്ങൾ ഒന്നും മറക്കരുതെന്ന് ജീവിതത്തിൻ്റെ എല്ലാ ദിവസവും ഓരോ ദിവസവും നാം ദൈവസന്നിധിയിൽ ഓർക്കണം. ദൈവം നമുക്ക് നൽകിയ നന്മകൾക്കായി നാം എപ്പോഴും ദൈവത്തിൻ്റെ സന്നിധിയിൽ നന്ദി പറയണം. ഹല്ലേലൂയ. അത് ദൈവത്തിന് അത് ഉചിതമായിരിക്കുന്നു. ദൈവത്തിൻ്റെ സന്നിധിയിൽ അത് പ്രസാദമുള്ളതായിരിക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് പകൽക്കാലവും നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കി ദൈവം തന്ന അനവധിയായിരിക്കുന്ന നന്മകൾ പലതും നമുക്കത് നന്മയാണെന്ന് തിരിച്ചറിയുവാൻ കഴിഞ്ഞില്ല. ഓരോ പ്രഭാതത്തിലും നാം ഉണർന്നെഴുന്നേൽക്കുന്നത്, സംസാരിക്കുവാൻ കഴിയുന്നത്, നമുക്ക് നേരായി നടക്കുവാൻ കഴിയുന്നത്, നമ്മുടെ ഓർമ്മ ശക്തി, പെട്ടെന്ന് ചില സമയത്തൊക്കെ കുഞ്ഞു കാര്യങ്ങൾ പോലും മറന്നു പോകുമ്പോൾ എന്തെല്ലാം ബുദ്ധിമുട്ടാണ് വരുന്നതെന്ന് ഒരു പ്രായമൊക്കെ ആയിരിക്കുന്നവർക്ക് തിരിച്ചറിയാം. അപ്പോൾ നല്ല ഓർമ്മശക്തിക്കായി, സംസാരിക്കുവാനുള്ള കഴിവിനായി, കാണുവാനും കേൾക്കുവാനും നടക്കുവാനും ഇംബാലൻസ് ഒന്നുമില്ലാതെ നേരെ ബാലൻസോടുകൂടി നടക്കുവാനൊക്കെ കഴിയുന്നതിനായി നമുക്ക് ഇന്ന് പകൽക്കാലവും ദൈവത്തിൻ്റെ സന്നിധിയിൽ നന്ദി പറഞ്ഞ് ദൈവസന്നിധിയിൽ നമ്മുടെ ആവശ്യങ്ങളെയും അത്യാവശ്യങ്ങളെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നതിനായി കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ അളവ് കൂടാതെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, അപ്പോൾ ഞങ്ങളിന്ന് പകൽക്കാലം ഇന്ന് രാവിലെയും അവിടുത്തെ പാദപീഠത്തെങ്കിലേക്ക് അടുത്തു വരുന്നു. അവിടുന്ന് വാഗ്ദത്തങ്ങൾ വിശ്വസ്തനായിരിക്കുന്ന ദൈവം, വാക്ക് പറഞ്ഞാൽ മാറാത്തവനായിരിക്കുന്ന ദൈവം, ഞങ്ങളോട് കരുണ കാണിക്കുന്ന ദൈവം, ഞങ്ങളോട് കൂടെ നടക്കുന്ന ദൈവം, ഞങ്ങളെ മറക്കാത്ത ദൈവം, വിശ്വസ്തനായിരിക്കുന്ന ദൈവം. വചനം പറയുന്നത് പോലെ നാം അവിശ്വസ്തരായി പാർത്താലും നമ്മെ വിളിച്ച ദൈവം വിശ്വസ്തൻ. കർത്താവേ, അങ്ങ് ഞങ്ങളുടെ ഉപദതി അന്ത്യത്തോളം കാക്കുവാൻ എന്ന് ഞങ്ങൾ ഉറച്ചിരിക്കുന്നു. ഞങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ യേശുക്രിസ്തുവിൻ്റെ നാളോളം അത് തികയ്ക്കയില്ലയോ എന്ന് അപ്പോസ്തലൻ പറയുന്നത് പോലെ കർത്താവേ, ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അവിടെ നിന്ന് ആരംഭിച്ചിരിക്കുന്ന പ്രവൃത്തിയെ അവിടെ നിന്ന് തികയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. ഹല്ലേലൂയ. കർത്താവേ, ദൈവമേ, അവിടെ നിന്ന് ഞങ്ങളെ ഈ ലോകത്തിൽ പല സ്ഥലങ്ങളിൽ പല മാതാപിതാക്കൾക്കും ഒക്കെ ദൈവമേ ഞങ്ങളെ ജനിപ്പിച്ച് ഞങ്ങളെ ഓരോ കുടുംബങ്ങളിൽ ഓരോ പ്രത്യേക പദ്ധതികൾക്ക് വേണ്ടി അവിടെ നിന്ന് ഞങ്ങളെ ആക്കി വച്ചിരിക്കുന്നു. പലപ്പോഴും ജീവിതത്തിൻ്റെ ഘട്ടങ്ങളിൽ ദൈവമേ, ഞങ്ങൾ ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടി പോകുവാൻ ആഗ്രഹിച്ചിട്ട് ദൈവം ഞങ്ങളെ ജീവനുള്ളവരുടെ ദേശത്ത് ദൈവമേ ആക്കി വച്ചിരിക്കുന്നതിനായി സ്തോത്രം. ദൈവമേ, ദിവസങ്ങളിൽ കർത്താവെ ഞങ്ങൾക്ക് ചെയ്യുവാനുള്ള സ്വർഗം ഞങ്ങൾക്ക് വേണ്ടി കണ്ടിരിക്കുന്ന ആ നന്മ പ്രവർത്തികളുടെ ഞങ്ങളുടെ ജീവിതത്തിൽ അവിടെ നിന്ന് വെളിപ്പെടുത്തണമേ. ഞങ്ങൾക്ക് മുമ്പിൽ കർത്താവെ വിശാല വാതിലുകളെ തുറക്കണമേ. പ്രത്യേകിച്ച് ഈ പ്രിയ മക്കൾ കർത്താവെ ജീവിതത്തിൻ്റെ വിവിധ ആവശ്യങ്ങളുമായി വിവിധ രീതിയിൽ കർത്താവെ അവർ ആയിരിക്കുന്നു. ഭവനമില്ലാതിരിക്കുന്ന ചില പ്രിയപ്പെട്ടവരുണ്ട്, തലമുറകളെക്കുറിച്ച് ഭാരപ്പെടുന്നവരുണ്ട്, സാമ്പത്തിക വിഷയങ്ങളിൽ ഞെരുക്കത്തോടു കൂടിയിരിക്കുന്നവരുണ്ട്, രോഗാവസ്ഥയിൽ കഴിയുന്നവരുണ്ട്, ശുശ്രൂഷകൾക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവരുണ്ട്. കർത്താവെ, ദൈവമക്കൾക്കായി പ്രാർത്ഥിച്ച് മുന്നേറുവാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. ജീവിതത്തിൽ അങ്ങനെ പല ആവശ്യങ്ങളും പല രീതിയിലും ഒക്കെ ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ചേർത്ത് ഞങ്ങൾ ഒരുമിച്ച് ദൈവസന്നിധിയിലേക്ക് അടുത്ത് വരുന്നപ്പാ. ഹല്ലേലൂയ. കർത്താവ്, അങ്ങ് ഞങ്ങളുടെ ഹൃദയങ്ങളെ അറിയുന്ന ദൈവമായിരിക്കാലേ സ്തോത്രം. ഏതാവശ്യത്തിനും മതിയായവനായിരിക്കാല സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ചില തകർന്ന മനസ്സുമായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ അവിടെ നിന്ന് ആശ്വസിപ്പിക്കണമേ കർത്താവെ. ഓരോ വിഷയത്തിലും കർത്താവെ ആശ്രയിപ്പാൻ ഒരു സങ്കേതമില്ലാതെ ദൈവമേ, അവർക്ക് സഹായിപ്പാൻ ആരുമില്ലാതെ, അവർക്ക് തുണ നിൽക്കുവാൻ ഒരു വ്യക്തി ഇല്ലാതെയൊക്കെ ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവർ, പ്രത്യേകിച്ച് ഭർത്താക്കന്മാരെ നഷ്ടപ്പെട്ടിരിക്കുന്ന സഹോദരിമാർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളുടെയൊക്കെ വിഷയങ്ങൾ ഒറ്റയ്ക്ക് ദൈവമേ കൈകാര്യം ചെയ്യേണ്ടി വരുമ്പോൾ പലപ്പോഴും സങ്കടപ്പെട്ട് ആരോടും പറയുവാൻ കഴിയാതെയൊക്കെ വിഷണ്ണതയോടുകൂടി ഇരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി അവിടെ നിന്ന് ദൂതന്മാരെ ആ ഭവനത്തിൻ്റെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുവാനായിട്ട് അയക്കണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പ. ദൈവമേ, അനുസരണയില്ലാത്ത മക്കളെ ഓർത്ത് ഭാരപ്പെടുന്നവരുണ്ട്. കുഞ്ഞുങ്ങൾ മറുതലിക്കുന്ന മക്കൾ, വിചാരിക്കുന്നത് പോലെ ഉത്തരവാദിത്വത്തോടു കൂടി പെരുമാറാതിരിക്കുന്നവർ, ദൈവമേ എത്ര ശ്രമിച്ചിട്ടും കർത്താവെ പഠിക്കണമെന്ന് ചിന്തയില്ലാതിരിക്കുന്നവർ, ഇങ്ങനെയൊക്കെ പല രീതിയിൽ തലമുറകളെക്കുറിച്ച് ഭാരപ്പെടുന്നവർ, തെറ്റായിരിക്കുന്ന കൂട്ടുകെട്ടുകളിലേക്ക് അകപ്പെട്ടു പോയിരിക്കുന്നവർ, ദൈവമേ അത് മടങ്ങി വരുവാനായി പ്രാർത്ഥിക്കുന്നവർക്കൊക്കെ ഈ ദിവസങ്ങളിൽ അതിൻ്റെ മറുപടി അവിടെ നിന്ന് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളുടെ കുറവുകൾ, ശാരീരിക വൈകല്യങ്ങൾ, മാനസിക തകർച്ചകൾ, കർത്താവെ അവരുടെ ഭയം,
അങ്ങനെ ആവശ്യമായിരിക്കുന്ന ദൈവമേ പലതിനോടുമുള്ള ആസക്തികൾ, അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളിൽ കുരുങ്ങിപ്പോയിരിക്കുന്നവരെ അവിടെ നിന്ന് മടക്കി കൊണ്ടുവരണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച. ദൈവമേ പിശാച് പല ജീവിതങ്ങളെയും തകർക്കുവാൻ, പല രീതിയിൽ കർത്താവെ തകർക്കുവാനായി അവൻ വെല്ലുവിളിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനത്താലും യേശുവിൻ്റെ രക്തത്താലും നാമത്താലും ആ പൈശാചികൻ്റെ വെല്ലുവിളികളെ തകർത്ത് കളയുവാൻ അവിടെ നിന്ന് സഹായിക്കണമേ. ചില ദേശങ്ങളിൽ അനുഭവിക്കുന്ന ദൈവസാന്നിധ്യമില്ലാതിരിക്കുന്ന അവസ്ഥകൾ, അന്യാരാധനകളുടെ സ്വാധീനങ്ങൾ, അതെല്ലാം ദൈവകൃപയെ ചോർത്തിക്കളഞ്ഞ് ശാരീരികമായും മാനസികമായും ഒക്കെ തകർത്ത് ആരാധിക്കുവാൻ കഴിയുന്നില്ല. ആരാധനാ സ്വാതന്ത്ര്യമില്ല. ഭവനങ്ങളിൽ ശബ്ദമെടുത്ത് പ്രാർത്ഥിക്കുവാൻ കഴിയുന്നില്ല. മുറിക്കുള്ളിൽ ദൈവമേ സ്തോത്രം ദൈവവചനം വായിക്കുവാൻ സ്വാതന്ത്ര്യമില്ലാതെയൊക്കെ ചില ഭവനങ്ങൾ വളരെ കെട്ടപ്പെട്ടതുപോലെയുള്ള അവസ്ഥകളിൽ ഇരിക്കുന്നിടത്തേക്ക് ദൈവത്തിൻ്റെ ദൂതന്മാരെ അവിടെ നിന്ന് അയക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ ചില പ്രിയപ്പെട്ടവർ ജീവിതത്തിൽ എല്ലാ സൗഭാഗ്യങ്ങളുമുണ്ട്, പക്ഷെ ദൈവത്തെ അറിയാതെ, യഹോവ ഭക്തി എന്തെന്ന് തിരിച്ചറിയാതെ ആയിരിക്കുന്നവരെ അവിടെ നിന്ന് മടക്കി കൊണ്ടുവരണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പ. ദൈവമേ പല രീതിയിൽ പ്രാർത്ഥിച്ചു, ദൈവമേ ഉപവസിച്ചു, ദൈവത്തെ സ്നേഹിച്ചും ആരാധിച്ചിട്ടും ജീവിതങ്ങൾ ചില വിഷയങ്ങളിൽ കുരുക്കുകൾ അഴിയാത്തതുപോലെ ബന്ധിക്കപ്പെട്ടിരിക്കുന്നവർ യേശുവിൻ്റെ രക്തത്താൽ ഈ ദിവസങ്ങളിൽ അവിടെ നിന്ന് പുറത്തെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവികമായിരിക്കുന്ന ഒരു സമയം, കർത്താവെ വാഗ്ദത്തങ്ങൾ നിറവേറ്റുവാനുള്ളൊരു സമയം ഈ ദൈവമേ വേഗത്തിൽ അവരുടെ ജീവിതങ്ങളിൽ ഉണ്ടാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മറ്റുള്ളവരുടെ ശാപവാക്കുകളിൽ, നെഗറ്റീവ് വാക്കുകളിൽ കുരുങ്ങിപ്പോയി മനം തകർന്നിരിക്കുന്നവരെ കർത്താവെ മുന്നോട്ട് പോകുവാൻ കഴിയാതെ എല്ലാ രീതിയിലും ബ്ലോക്കായി പോയിരിക്കുന്നവർ യേശുവിൻ്റെ നാമത്തിൽ മുന്നേറുവാനായി സ്വർഗം അവർക്ക് വേണ്ടി പ്രവർത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നത്. നിനക്ക് മുമ്പിൽ വാതിലുകൾ അടയാതിരിക്കേണ്ടതിന്, കഥകൾ തുറന്നിരിക്കേണ്ടതിന് യഹോവയായി ഞാൻ നിന്റെ വലങ്കര പിടിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് തീയിലും വെള്ളത്തിലും അകപ്പെടാതെ വണ്ണം ഈ പ്രിയപ്പെട്ടവരെ മുമ്പിലേക്ക് നയിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പ. ദൈവമേ വാർദ്ധക്യ സഹജമായിരിക്കുന്ന രോഗങ്ങളാൽ ഭാരപ്പെടുന്നവരെ കർത്താവെ അവിടെ നിന്ന് വിടുവിക്കണമേ, അവരെ ആശ്വസിപ്പിക്കണമേ. ദൈവമേ വയ്യാതിരിക്കുന്ന കുഞ്ഞുങ്ങൾ, ഓട്ടിസം ബാധിച്ച കുഞ്ഞുങ്ങൾ, മെൻ്റലി ഫിസിക്കലി ചാലഞ്ച്ഡ് ആയിരിക്കുന്ന കുഞ്ഞുങ്ങളെയൊക്കെ നോക്കുന്ന പ്രിയപ്പെട്ടവർ, അവരെല്ലാം അനുഭവിക്കുന്ന ശാരീരിക മാനസികമായിരിക്കുന്ന ഒറ്റപ്പെടലുകൾ, തകർച്ചകൾ, കർത്താവെ ആ വിഷയങ്ങളിൽ നിന്നെല്ലാം അവരെ ആശ്വസിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. രോഗികളായിരിക്കുന്നവരെ അവിടെ നിന്ന് സൗഖ്യമാക്കണമേ അപ്പ. ദേശങ്ങളുടെ സമാധാനത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടെ നിന്ന് യുദ്ധങ്ങളെ നിർത്തൽ ചെയ്യുന്ന ഹല്ലേലൂയ. ദൈവമേ ആ യുദ്ധ സ്ഥലങ്ങളിലൊക്കെ ജീവിതം പലതരത്തിൽ പ്രതിസന്ധികളിൽ അകപ്പെട്ട് ജീവിതത്തിൻ്റെ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ട് കർത്താവെ പുറത്തിറങ്ങുവാൻ പോലും കഴിയാതെ ഭയത്തോടെ ഇരിക്കുന്ന ജനത്തിലേക്ക് ദൈവത്തിൻ്റെ സമാധാനം വന്നിറങ്ങുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവരാജ്യ സംബന്ധമായ ഒക്കെ ബുദ്ധിമുട്ടുന്നവരെ കർത്താവെ അവിടെ നിന്ന് ദൈവമേ സംരക്ഷിച്ചു കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജയിലുകളിൽ കിടക്കുന്ന ദൈവദാസന്മാർ, ദൈവമക്കൾ, വിശ്വാസ സമൂഹം, ദൈവമേ അല്ലാതെ ഉള്ള കേസുകളിൽ കുരുങ്ങിയിരിക്കുന്നവർ, അവരെയൊക്കെ അവിടെ നിന്ന് പുറത്തെടുക്കുവാൻ കൃപ ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പ. ദൈവമേ രോഗികളെ ഒരിക്കൽ കൂടി, ഞങ്ങൾ രോഗികളായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഒരിക്കൽ കൂടി സൗഖ്യമാകുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിവിധ വിഷയങ്ങളിൽ മാനസിക തകർച്ചകൾ, ശാരീരിക വേദനകൾ, ദൈവമേ രോഗം എന്തെന്ന് കണ്ടുപിടിക്കുവാൻ കഴിയാതിരിക്കുന്ന അവസ്ഥയിലൊക്കെ ബുദ്ധിമുട്ടിയിരിക്കുന്നവർ യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ ആ രോഗക്കുരുക്കുകൾ, രോഗാത്മാവെന്ന വ്യാജേന വ്യാപരിക്കുന്ന എല്ലാ ബലഹീനതയുടെ ആത്മാക്കളുടെ ദൈവമേ കരങ്ങളിൽ നിന്ന് പുറത്തു വരുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവസാന്നിധ്യം ചലിക്കട്ടെ. ദൈവമേ ആ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കുന്ന പ്രിയ സഹോദരങ്ങളെല്ലാം വേഗത്തിൽ ജീവിതത്തിലേക്ക്, ആരോഗ്യത്തിലേക്ക് ഒക്കെ മടങ്ങി വരുവാനായി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വിദേശങ്ങളിലായിരിക്കുന്ന സഹോദരങ്ങൾ, കുഞ്ഞുങ്ങൾ, തലമുറകളൊക്കെ അവരുടെ വിദ്യാഭ്യാസം, ജോലിയിലൊക്കെ ദൈവമേ അവിടുത്തെ അനുഗ്രഹം കൂടെ ഇരിക്കണമേ. യാത്രകളിലൊക്കെ ആകുന്ന പ്രിയപ്പെട്ടവരെ കർത്താവേ, പ്രത്യേകിച്ച് ഫ്ലൈറ്റ് യാത്രകളൊക്കെ പലതും ഡിലേ ആകുന്നു, ക്യാൻസൽ ആകുന്നു. അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിൽ പകുതി വഴിയിലൊന്നും ബുദ്ധിമുട്ടായി പോകാതെ കർത്താവിൻ്റെ ദൈവമേ സുരക്ഷിത കരങ്ങളിൽ ദൈവമേ യാത്രകളെല്ലാം പൂർത്തീകരിക്കുവാൻ അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവാരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായം അതിൻ്റെ 24-ാമത്തെ വാക്യത്തിൽ പറയുന്നു, കുരുടന്മാരായിരിക്കുന്ന വഴികാട്ടികളെ, നിങ്ങൾ കൊതുകിനെ അരിച്ചെടുക്കുകയും ഒട്ടകത്തെ വിഴുങ്ങിക്കളയുകയും ചെയ്യുന്നു. ഇത് കേൾക്കുമ്പോൾ പലർക്കും പെട്ടെന്ന് മനസ്സിലാക്കുവാൻ കഴിയാതിരിക്കുന്ന ഒരു ഭാഗമാണ് കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു ഇവിടെ പറയുന്നത്. യേശു ക്രിസ്തു പരീശന്മാരോടും ശാസ്ത്രിമാരോടും പറഞ്ഞ കാര്യങ്ങളാണ്. കാരണം യേശുവിൻ്റെ ജീവിതത്തിൽ എപ്പോഴും
യേശുവിനെ കുടുക്കിലാക്കുവാൻ, യേശുവിനെ ചോദ്യം ചെയ്യുവാൻ, യേശുവിനെ കുറ്റപ്പെടുത്തി നശിപ്പിച്ചു കളയുവാൻ, തകർക്കുവാൻ ഒക്കെയായി. കാരണം യേശു ക്രിസ്തു വലുതായി കഴിഞ്ഞാൽ തങ്ങളുടെ സ്ഥാനം പോകുമെന്നോർത്ത് എപ്പോഴും മാർക്കിട്ട് വിലയിരുത്തുവാനായി ഒരു കൂട്ടം മനുഷ്യർ, ആ സമൂഹത്തിൽ ഉന്നതരായിരുന്നവർ കർത്താവിൻ്റെ ചുറ്റും കൂടിയിരുന്നു. അങ്ങനെ ഇവർ വരുമ്പോൾ പല കാര്യങ്ങളെക്കുറിച്ച് കർത്താവ് സംസാരിക്കുന്നതിനിടയിൽ അവരോട് പറയുകയാണ്, അവർ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു, അവർ എല്ലാ കാര്യങ്ങളിലും ദശാംശം കൊടുക്കുന്നു, പക്ഷേ ദയ, നീതി, വിശ്വസ്തത, കരുണ, സ്നേഹം, ഇങ്ങനെ ന്യായപ്രമാണത്തിൻ്റെ സത്തകളായിരിക്കുന്ന പല കാര്യത്തെ അവർ മാറ്റിവെക്കുന്നു. ആരോടും കരുണയും ദയയും ഒന്നും കാണിക്കുകയില്ല. താഴ്ന്നവരോട് അവർ കരം നീട്ടി അവർ ഒരു കരുണ കാണിക്കാതിരിക്കുന്നു എന്ന് കർത്താവിന് അറിയാമെന്നുള്ളത് കൊണ്ട് കർത്താവ് പറയുന്നത്, അവിടെ മുമ്പിൽ പല പല കാര്യങ്ങൾ കർത്താവ് അവരെക്കുറിച്ച് പറയുകയാണ്. പറഞ്ഞിട്ട് പറയുകയാണ്, നിങ്ങൾ ഒട്ടകത്തെ വിഴുങ്ങുകയും കൊതുകിനെ അരിച്ചെടുക്കുകയും ചെയ്യുന്നു. കുരുടന്മാരായിരിക്കുന്ന വഴികാട്ടികൾ. കാരണം അവർക്ക് ന്യായപ്രമാണത്തിൽ എല്ലാം അറിയാമെന്ന് പറഞ്ഞാലും ജീവിതത്തിൽ മനുഷ്യരെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് എത്തിക്കുവാൻ തക്കവണ്ണം ഇവരുടെ ഈ പ്രമാണങ്ങളും പഠിപ്പിക്കലുകളും അവരുടെ ചിന്താഗതിയും അവരുടെ ജീവിതത്തിൻ്റെ രീതികളും ഒന്നും സഹായിക്കുകയില്ല എന്ന് കർത്താവിന് അറിയാമായിരുന്നു. ഈ ഒരു പ്രസ്താവന, ഒട്ടകത്തെ വിഴുങ്ങുകയും കൊതുകിനെ അരിച്ചെടുക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ വലിയ വലിയ ചെയ്യേണ്ടുന്ന കാര്യങ്ങളെ ചെയ്യാതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളെ പെരുപ്പിച്ചു കാണിക്കുന്നു. ദൈവസന്നിധിയിൽ വിലയില്ലാത്തതിനെ വിലയേറിയതെന്നും ദൈവം എന്താഗ്രഹിക്കുന്നുവോ, ദൈവം ഒരു മനുഷ്യനിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതുമായിരിക്കുന്ന കാര്യങ്ങളെ വിലയില്ലാത്തതുമായി കണ്ട് അങ്ങനെ കാണുന്ന ഒരു പ്രവൃത്തിയാണ് പറയുന്നത്, ഒട്ടകത്തിനെ വിഴുങ്ങുകയും കൊതുകിനെ അരിച്ചെടുക്കുകയും ചെയ്തു. നമ്മുടെ ജീവിതത്തിലും പ്രിയമുള്ള ദൈവമക്കളെ, ചെയ്യേണ്ടുന്ന വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാതെ, അല്ലെങ്കിൽ കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിക്കാതെ കുഞ്ഞു കാര്യങ്ങൾ ഏതെങ്കിലും ഒരു വ്യക്തി പറഞ്ഞ സംസാരത്തിൽ, പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിൽ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്ന മറ്റുള്ളവർ തമ്മിലുള്ള തർക്കങ്ങളും വാദങ്ങളും ഈ മീഡിയയിലൊക്കെ വരുന്ന ന്യൂസിനെയെല്ലാം നിങ്ങൾ വലുതാക്കി അതിനെക്കുറിച്ച് സംസാരിച്ചും എടുത്തും ഇരിക്കുമ്പോൾ ദൈവം ആഗ്രഹിക്കുന്ന ദൈവിക കൽപ്പനകളായിരിക്കുന്ന സ്നാനത്തെക്കുറിച്ച്, പരിശുദ്ധാത്മാവെന്ന ദാനത്തെക്കുറിച്ച്, നിത്യജീവനെക്കുറിച്ച്, നമ്മുടെ ജീവിതത്തിൽ അനുവർത്തിക്കേണ്ടുന്ന ആത്മാവിൻ്റെ ഫലത്തെക്കുറിച്ച് ഒന്നിനെക്കുറിച്ചും ചിന്തയില്ലാതെ ദൈവം ചപ്പന്നും ചവറന്നും എണ്ണിക്കളയുന്ന പല കാര്യങ്ങളെയും അതിനെക്കുറിച്ച് സംസാരിച്ചും അതിനെക്കുറിച്ച് എഴുതിയും പറഞ്ഞും എല്ലാം ജീവിതത്തിൽ ദൈവം നമ്മെ നോക്കി ഇത് പറയുവാൻ ഇടവരുത്തരുത്. അത് സാമ്പത്തിക വിഷയങ്ങളിലാകട്ടെ, ബന്ധങ്ങളിലാകട്ടെ, ദൈവത്തിൻ്റെ കൽപ്പനകളെക്കുറിച്ചാകട്ടെ, ചെയ്യേണ്ടുന്ന കാര്യം ചെയ്യുക, വിട്ടുകളയേണ്ടുന്നതിന് വിട്ടുകളയുക. അതുകൊണ്ട് ഒട്ടകത്തെ വിഴുങ്ങി കൊതുകിനെ അരിച്ചെടുക്കുന്നവരായി നാമും മാറരുത്. ദൈവം വില കൽപ്പിക്കുന്ന കാര്യങ്ങളെ ചെയ്ത് മുന്നോട്ട് പോകുവാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ.